ചില സിനിമകൾ അങ്ങനെയാണ്. കാലം എത്ര കഴിഞ്ഞാലും ആവർത്തന വിരസത ഒട്ടുമില്ലാതെ വീണ്ടും വീണ്ടും കാണാൻ ആഗ്രഹിക്കും. അത്രത്തോളം എൻഗേജിങ്ങും എന്റർടൈനിങ്ങുമായിരിക്കും ആ സിനിമ. മലയാളത്തിൽ അത്തരത്തിൽ ചുരുക്ക സിനിമകളുണ്ട്. അക്കൂട്ടത്തിലൊന്നാണ് ദിലീപ് നായകനായെത്തിയ CID മൂസ. ഇന്ന് ആ സിനിമ റിലീസ് ചെയ്തിട്ട് 22 വർഷങ്ങൾ തികഞ്ഞിരിക്കുകയാണ്. മലയാളികൾക്ക് ചിരിയുടെ മാലപ്പടക്ക സമ്മാനിച്ച ഈ ചിത്രം സംവിധാനം ചെയ്തത് ജോണി ആന്റണിയായിരുന്നു. തന്റെ ആദ്യ സ്വതന്ത്ര സംവിധാന ചിത്രത്തിന്റെ 22ാം വാർഷികത്തിൽ ചിത്രത്തിന്റെ സന്തോഷം പങ്കിട്ടിരിക്കുകയാണ് അദ്ദേഹം. ഇന്ന് CID മൂസയ്ക്കും ഞാൻ എന്ന സംവിധായകനും 22 വയസ്സ് തികയുകയാണ്. ഒരു സ്വതന്ത്ര സംവിധായകൻ എന്ന നിലയിൽ ഈ സിനിമയിലേക്ക് എന്നെ എത്തിച്ചവർക്കും എന്നോടൊപ്പം പ്രവർത്തിച്ചവർക്കും മുന്നോട്ടു പോകാൻ പിന്തുണച്ചവർക്കും എല്ലാവർക്കും നന്ദി എന്നായിരുന്നു ജോണി ആന്റണി കുറിച്ചത്. ഇതിനു പിന്നാലെ നിരവധി പേരാണ് 22 വർഷം മുൻപ് കാണാൻ പോയ സിനിമയുടെ ഓർമ്മകൾ പങ്കുവെച്ച് രംഗത്തെത്തിയത്. പോലീസിന്റെ അടിയും ഇടിയും കൊണ്ട് ഒടുക്കം 3ാം തവണ 2 മണിക്കൂർ മുന്നേ പോയി ക്യൂവിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് കണ്ട സിനിമ എന്നാണ് ഒരാൾ കമന്റ് ചെയ്തിരിക്കുന്നത്. ജോണി ആന്റണി ഇനിയും സിനിമകൾ സംവിധാനം ചെയ്യണമെന്നും ആവശ്യപ്പെടുന്നവർ ധാരാളമാണ്. ഇതിനിടെ CID മൂസ 2 അല്ലെങ്കിൽ റിലീസ് വേണമെന്നും ആവശ്യപ്പെട്ട് നിരവധി പേർ കമന്റ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ തുടങ്ങിയോ അതേ ഊർജ്ജത്തിൽ എല്ലാം ഒത്തുവന്നാൽ 2ാം ഭാഗം ഉണ്ടാകുമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത്. 2003 ജൂലൈ 4-നായിരുന്നു CID മൂസയുടെ റിലീസ്. ചിത്രത്തിൽ ദിലീപിനൊപ്പം ഹരിശ്രീ അശോകൻ, കൊച്ചിൻ ഖനീഫ, ക്യാപ്റ്റൻ രാജു, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, ജഗതി ശ്രീകുമാർ അങ്ങനെ നിരവധി മലയാളത്തിലെ മികച്ച നടന്മാർ മത്സരിച്ച് അഭിനയിച്ച സിനിമ കൂടിയായിരുന്നു CID മൂസ.